മലയാള സിനിമയ്ക്ക് അഭിമാനമാണ് ഫഹദ് ഫാസിൽ എന്ന് അക്ഷരം തെറ്റാതെ പറയാൻ സാധിക്കും. കാരണം നടന്റെ അഭിനയ മികവ് കണ്ട് അന്യഭാഷാ നടന്മാരുടെയും സിനിമാ നിരൂപകരുടെയുമെല്ലാം കണ്ണി തള്ളിയിട്ടുണ്ട്. അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഫഹദ് ഫാസിൽ ജീവിച്ചു തീർത്ത കഥാപാത്രങ്ങളെത്രേ. ഇന്ന് നടന്റെ 41ാം ജന്മദിനമാണ്. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകൻ എന്ന ലേബലിൽ ഫാസിൽ കത്തി നിൽക്കുന്ന കാലത്താണ് മകന്റെ സിനിമാ മോഹത്തിന് അവസരമൊരുക്കിയത്. എന്നാൽ 2002-ൽ പുറത്തിറങ്ങിയ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രം വൻ പരാജയമായിരുന്നു. ഫാസിലിന്റെ മകന് തന്നെയാണോ അച്ഛന് പേരുദോഷമുണ്ടാക്കിയ മകൻ? ഇവനെക്കൊണ്ടൊന്നും സാധിക്കില്ല. മോഹൻലാൽ അടക്കം പല പ്രമുഖരെയും കൊണ്ടുവന്ന ഫാസിലിന് സ്വന്തം മകന്റെ കാര്യത്തിൽ തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ കേട്ടുകൊണ്ടാണ് ഫഹദ് ഫാസിലിന്റെ തുടക്കം. അച്ഛനെ ഒന്നും പറയരുത്, എന്റെ സിനിമ പരാജയപ്പെട്ടത് എന്റെ മാത്രം തെറ്റാണ്. സിനിമയെക്കുറിച്ചൊന്നും അറിയാതെ, ഒട്ടും പ്രിപ്പയർ ചെയ്യാതെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത് എന്ന് പിന്നീട് ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പരാജയമാണ് ഫഹദ് ഫാസിലിനെ ഇന്ന് കാണുന്ന ഫഫ എന്ന പാന് ഇന്ത്യൻ താരമാക്കി വളർത്തിയത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കൈ എത്തും ദൂരത്ത് എന്ന ചിത്രത്തിന്റെ പരാജയത്തിനു ശേഷം അഭിനയത്തിൽ നിന്ന് 5 വർഷത്തെ ബ്രേക്ക് എടുത്ത് ഫഹദ് ഫാസിൽ പഠിക്കാനായി അമേരിക്കയിലേക്ക് പോയി. കേരള കഫേ എന്ന സിനിമയിലൂടെ 2009-ൽ തിരിച്ചുവരുമ്പോൾ ഭാവത്തിലും രൂപത്തിലും എല്ലാം ഫഹദിന് മാറ്റമുണ്ടായിരുന്നു. പക്ഷേ പരാജയങ്ങൾ അപ്പോഴും ഫഹദിനെ വിട്ടുപോയിരുന്നില്ല. അതിലൂടെയും സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ഫഹദ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചാപ്പാക്കുരിശിലെ അഭിനയമാ ഫഹദ് ഇൻഡസ്ട്രിയിൽ വീണ്ടും ചർച്ചയാകാന് വഴിയൊരുക്കിയത്. 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിനു ശേഷം ഇൻഹിബിഷൻസ് ഇല്ലാതെ അഭിനയിക്കുന്ന അപാര നടൻ എന്ന ലേബലിലേക്ക് ഫഹദ് പക്വതപ്പെട്ടു വന്നിരുന്നു. ഡയമണ്ട് നെക്ലൈസ്, അന്നയും റസൂലും, ആമേൻ, അകം, ആർട്ടിസ്റ്റ്, നോർത്ത് 24 കാതം, മഹേഷിന്റെ പ്രതികാരം, ടേക്ക് ഓഫ്, തൊണ്ടുമുതലും, ദൃക്സാക്ഷിയും, വരത്തൻ, കുമ്പളങ്ങി നൈറ്റ്സ്, ജോജി, മാലിക് തുടങ്ങി ആവേശത്തിലെ രംഗണ്ണ വരെയും ഓരോ സിനിമകളിലൂടെയും ഫഹദ് എന്ന നടന് അത്ഭുതകരമായി പരാവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്യഭാഷാ ചിത്രങ്ങളിലും ഫഹദ് വിട്ടുകൊടുത്തില്ല. തമിഴ്, തെലുങ്ക് ഭാഷകളിലും ഫഹദ് തന്റെ മാസ്മരികാഭിനയം കാഴ്ചവച്ചു. മാമണ്ണൻ എന്ന ചിത്രത്തിൽ നായകനേക്കാൾ തമിഴ് സിനിമാ ലോകം സെലിബ്രേറ്റ് ചെയ്തത് രത്നവേലു എന്ന ഫഹദിന്റെ നെഗറ്റീവ് വേഷത്തെയാണ്. ഇപ്പോൾ പുഷ്പ 2ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. ഒരു രംഗം അഭിനയിച്ച് കൺവേ ചെയ്യാനായി ശരീരം മുഴുവൻ വേണ്ട, കണ്ണുകൾ മാത്രം മതി എന്ന് കാണിച്ചു തന്ന നടൻ. ആ കണ്ണുകളിലെ പ്രണയമാണ് ആരാധികമാരെ ആകർഷിച്ചത്. പക്ഷേ ഫഹദ് ഫാസിലിലെ പ്രണയം നസ്റ്റിയ നസീമിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇന്ന് ഫഹദിനെക്കുറിച്ച് പറയുമ്പോൾ ഭാര്യ നസ്റ്റിയ നസീമിനെക്കുറിച്ചും പറഞ്ഞ് അവസാനിപ്പിക്കാതെ വയ്യ. തന്നെ പോലൊരാളെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ നസ്റ്റിയ വേണ്ടി വന്നു. അതാണ് ഞാൻ നസ്റ്റിയയിൽ ഏറ്റവും അധികം അഭിമാനിക്കുന്നത് എന്നാണ് ഫഹദ് പറഞ്ഞത്. ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. കൂടെ കൂടുക.